എന്നെ വിളിച്ചിരുന്നു. ഒരു കോൾ മറ്റ് സ്നേഹിതൻ്റെ ഫോണിൽ കോൾ ചെയ്ത എൻ്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു. പങ്കുണ്ട്, തീർച്ചയായിട്ടും പങ്കുണ്ട്. അവർ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ട് എന്നെ വിളിച്ചിരുന്നു. കോളേജിൽ പോയി മകന് അത്യാസന്ന നിലയിൽ കിട്ടൂല എന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം ഒരു കോൾ മറ്റ് സ്നേഹിതൻ്റെ ഫോണിൽ കോൾ ചെയ്ത എൻ്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു. ഈ പിതാവ് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തിക്കൂടായിരുന്നോ എന്നുള്ളൊരു വാക്ക്. അവനും ഞാനും പരിചയം ഒരേ അങ്ങാടിയിലുള്ള ആളാണ്. അതുകൊണ്ട് ആ കൊച്ചുകുട്ടി 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ എൻ്റെ കുട്ടിയുടെ കൂടെ പഠിച്ച കുട്ടിയാണ്. ഇത് 2 സ്കൂളുകൾ ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളിൽ കിട്ടിയവനെ അവരെ ആക്രമിച്ചു. സാധാഗതിയിലുള്ള ഒരു ആക്രമണമല്ല, ആണോ? അല്ല. ജനങ്ങൾ മുഴുവനും പറയുന്നില്ല, ഒന്നടങ്കം കേരളം മൊത്തം. ഇല്ലല്ല, ഇതിലൊതുങ്ങുന്ന ഒരിക്കലും കരുതുന്നില്ല. ഇനിയും വോയിസുകൾ പല കുട്ടികളും പേടിച്ചിട്ട് പറയാതിരുന്ന പല രക്ഷിതാക്കളും പല ആളുകളും ഇവിടെ നിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊരങ്ങാട് നിന്ന് കളവ് കേസിൽ പിടിച്ചു കൊണ്ടുപോയ ആ വ്യക്തിയുടെ കുട്ടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വോയിസുകളും കാര്യങ്ങളും കൊച്ചു പിള്ളേർ തന്നെ. അവളെ അനിയത്തി, അവൻ്റെ പെങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നത്, ആ കുട്ടി വരെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയൻ ഒരുപാട് തല്ലി അവനെ കൊല്ലാനാക്കി എന്നൊക്കെയുള്ള ഇത് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.